ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻ ബിരിയാണി തയ്യാറാക്കാം. 1/2 കിലോ വല്യുള്ളി, 1 ക്യാരറ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി ഇതൊക്കെയാണ് ആവശ്യം. അയക്കൂറ മീനാണ് ഞാൻ എടുത്തത്. മീൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മീൻ പെരക്കിയെടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വിനീഗർ, കോൺഫ്ലവർ 1 സ്പൂൺ കോൺഫ്ലവർ, അര സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മീനിൽ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇടുക. മീൻ ഓരോന്നായി ഇടുക. കറിവേപ്പില ഇട്ടാൽ മീന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മീൻ പൊരിച്ച് മാറ്റി വെച്ച് ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ മസാല ഉണ്ടാക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്പം കൂടെ ഓയിലിൻ്റെ ആവശ്യമുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റുക. 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 15 പച്ചമുളക് ചതുക്കിയതും, 5 ചെറിയ തക്കാളി കട്ട് ചെയ്തതുമാണ് ചേർത്തത്. ഇനി നല്ലപോലെ വഴറ്റിയെടുക്കുക. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 സ്പൂൺ മുളക് പൊടിയും, ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് തൈരും. തൈരിന് പുളി കുറവാണ്. കറിവേപ്പിലയും മല്ലിയിലയും അതും ഇടുക. എല്ലാം കൂടി വഴറ്റി നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം അതിലേക്ക് പൊരിച്ച് വെച്ച മീൻ നിരത്തി വയ്ക്കുക. കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് ഒരു 1/2 സെക്കൻഡ് വയ്ക്കുക. ഇനി നമുക്ക് ചോറുണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുക. 2 ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചതാണത്. ബ്രൗൺ കളർ ആകുന്നത് വരെ അത് വഴറ്റുക. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും ചേർത്ത് വഴറ്റി ഉള്ളി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് തന്നെ 5 ഏലക്കായും കറാമ്പും പട്ടയും ഇടുക. 1 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഇടുക. നല്ലപോലെ വഴറ്റുക. അരി അളന്ന അതേ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം ഒഴിക്കുക. ചെറുനാരങ്ങ നീരും ഒഴിക്കുക. 2 ചെറുനാരങ്ങയുടെ നീരാണത്. ചോറിന് ആവശ്യമായ ഉപ്പും ചേർക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. വെള്ളം വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരിയിടാം. കൈമ റൈസാണ് ഉപയോഗിച്ചത്. ഇനി സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. 1.5 സ്പൂൺ നെയ്യും ഇടുക. ആർക്കേജാണ് ഇട്ടത്. ഇനി നമുക്ക് ദമ്മിടാം. ഒരു വാഴയില വെച്ച് അതിലേക്ക് ചോറിട്ട് ഉള്ളിയും മല്ലിയിലയും പുതിനയിലയും റോസ് വാട്ടറിൽ കളറ് ചേർത്തതും ഒഴിക്കുക. വാഴയില വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. മീൻ പൊടിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഓരോ ലെയറായിട്ടിട്ട് നമുക്ക് ദമ്മിടാം.
ഇനി ഗ്യാസുമ്മേൽ ഒരു മൂടി വെച്ച് അതിലേക്ക് ചെമ്പ് വെച്ചൊരു 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ദമ്മായതിന് ശേഷം ഇനി നമുക്ക് ചോറും മസാലയും മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റിയായ അയക്കൂറ ബിരിയാണി റെഡി.